ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ഈ നിലയിൽ നമുക്ക് ദൈവവചനം പഠിക്കാനായിട്ട് കർത്താവ് സാവകാശം നൽകിയല്ലോ. നന്ദിയോടെ ഓർക്കാം. എത്രയോ ആപത്ത്, അനർത്ഥങ്ങൾ, അപ്രതീക്ഷിതമായ വേർപാടുകൾ ഒക്കെ നാം ഈ അടുത്ത ദിവസങ്ങളിൽ കാണാനും കേൾക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്നു. ഇതിൻ്റെ എല്ലാം നടുവിൽ നമുക്ക് ദൈവം നൽകിയതായ കരുതൽ, സംരക്ഷണം ഒക്കെ താഴ്മയോടുകൂടി ഓർക്കേണ്ടതിന് കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഗിരിപ്രഭാഷണത്തെ അധികരിക്കുന്ന ആത്മീക പാഠങ്ങളാണല്ലോ നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചു വന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമുക്ക് ഈ പാഠങ്ങൾ ചിന്തിക്കാനായിട്ട് പ്രത്യേകമായ സാഹചര്യത്തിൽ സാധിച്ചില്ല എന്നുള്ളത് അറിയാമല്ലോ. ഈ പഠനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവേശിച്ചായിരുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് തൻ്റെ മക്കളോട് പ്രത്യേകിച്ചും പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കുവാൻ ഇടയായിട്ട് തീരുകയായിരുന്നു. നാം ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കി ആ അറിവോടുകൂടി നമുക്ക് ജീവിക്കുവാൻ കഴിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ സത്യം നമുക്കിവിടെ പൊതുവെ ഓർക്കുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യ ലേഖനത്തിലെ ചില ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. 1 കൊരിന്ത്യർ 3:16 6:19 ഒക്കെ ദൈവത്തിൻ്റെ ദാസൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ ആ വലിയ സത്യം അറിയാത്തവരെ പോലെ ജീവിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. കൊരിന്ത്യരിൽ പലരും അങ്ങനെ ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പം അതുകൊണ്ട് അവരാരാണ് എന്നുള്ളത് അവരെ ഓർപ്പിച്ചുണർത്തുന്നു എന്നുള്ളതായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ധാരാളം വാക്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാഠം ചിന്തിക്കുമ്പോൾ നമ്മൾ ആരാണ് എന്നുള്ളതായ ആ വലിയ തിരിച്ചറിവോട് കൂടി ജീവിക്കാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടി എൻ്റെ മനസ്സിൽ വരുന്നുകൊണ്ട് ഓർപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 3:1 വാക്യം, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട്, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു എന്ന് പറഞ്ഞാൽ നാം ദൈവമക്കളാണെന്നുള്ളതായ കാര്യം മറന്നോ അറിയാതെയോ ഒക്കെ ജീവിച്ചു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആരാണ് എന്നുള്ളതായ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വത്തോടെ ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ഇവിടെ കർത്താവ് ഈ 13-14 വാക്യങ്ങളിൽ നിങ്ങൾ എത്ര വിശേഷപ്പെട്ട ആളുകളാണ് എന്നുള്ളതായ കാര്യം പറയുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞു. 14-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ നമ്മൾ ആ വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ തൻ്റെ അടുത്തിരുന്ന് കേൾക്കുന്ന ശിഷ്യന്മാരെ
കർത്താവ് വളരെ ഗൗരവമായി ഓർപ്പിച്ച് ഉണർത്തുകയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ അവർ എത്രത്തോളം ഉന്നതമായ ആത്മീക പദവിയിലേക്കാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. ഈ പദവികളൊക്കെ നമുക്കും ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് നാം ആരാണ് എന്നുള്ളതായ തിരിച്ചറിവോടുകൂടി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു ദൂത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. 12 വരെയുള്ള വാക്യങ്ങളിൽ, 5-ാം അധ്യായത്തിൻ്റെ 12 വരെയുള്ള വാക്യങ്ങളിൽ ഭാഗ്യവർണ്ണനയാണ്. അതിൽ ഒടുവിലത്തെ ഭാഗ്യവർണ്ണന നമ്മൾ പല ആഴ്ചകൾ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. നിങ്ങളെ പഴിക്കും, ഉപദ്രവിക്കും, പിന്നെ നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയും. അപ്പോൾ അതിൻ്റെ ആ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളോട് ചുറ്റുമുള്ള ആളുകൾ, മറ്റുള്ളവർ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി പെരുമാറിയെന്ന് വരില്ല. ഇവർ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നുള്ളതായ ആദരവോടുകൂടി അവർ പെരുമാറി എന്ന് വരികയില്ല. അപ്പോൾ കർത്താവ് അവിടെ ഒരു വലിയ സത്യം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഇത്രയും വലിയ പദവിയിലേക്കൊക്കെ വന്ന ആളുകളാണെങ്കിലും അത് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുമെന്നോ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ അവിടെ കർത്താവ് ഇതിനോട് ചേർത്ത് ഓർപ്പിക്കുകയാണ്, നിങ്ങളെ ചിലപ്പോൾ പഴിക്കാനുള്ള സാധ്യതയുണ്ട്, ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു വലിയ സന്ദേശമുണ്ട്. നാം കൈപ്പേറിയ പ്രതികരണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മെ ആദരിക്കാത്തൊരു ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, നാം ആരാണെന്നുള്ളത് മറന്നു പോകാൻ ഇടയായിട്ട് തീരാതെ നാം ആരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ ഈ ലോകം തിരിച്ചറിഞ്ഞില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. എത്ര മോശമായിട്ടാണ് കർത്താവിനോട് ഇടപെടുവാനിടയായിട്ട് തീർന്നത്. അപ്പം നമ്മുടെ ഗുരുനാഥനെ തിരിച്ചറിയാത്ത ലോകം നമ്മളെ തിരിച്ചറിഞ്ഞ് ആദരിക്കും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വാക്യം പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ അത് കാണുമായിരിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ സത്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രബോധനം നമുക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യമാണ് എങ്കിൽ ഈ പുതിയ വർഷത്തിൽ നമുക്ക് ആ വാക്യം വായിച്ച് തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അപ്പോൾ അവിടെ തിന്മ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് കേവലം സ്വാഭാവികമായിട്ടുള്ളതായ കാര്യമാണ്. അവിടെ നമ്മൾ ചിന്തിച്ചതായ 11-ാം വാക്യത്തിൽ അത് വളരെ ക്ലിയറായി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ന്യായമായിട്ടും അത് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ ഈ റോമാലേഖനത്തിലെ വാക്യം വായിക്കുമ്പോൾ ഒരു വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്, നമ്മളെ പഴിക്കുന്നു, ഉപദ്രവിക്കുന്നു, എല്ലാ തിന്മയും കളവായി പറയുന്നു, നമ്മളും ആ നാണയത്തിൽ തന്നെ തിരിച്ച് പെരുമാറുകയാണെന്ന് വിചാരിക്കുക. തിരിച്ചാളുകളെ പഴിക്കുന്നു, ഉപദ്രവിക്കുന്നു, നമ്മളും തിരിച്ച് അപവാദങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ തിന്മയുടെ മുമ്പിൽ നമ്മൾ തോൽക്കുകയാണ്. അതുകൊണ്ട് ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസൻ നമ്മെ പ്രബോധിപ്പിക്കുന്നതായ കാര്യം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രതികരണത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും മുമ്പിൽ അതേ നാണയത്തിൽ തിരിച്ചു പെരുമാറുന്നതാണ്
ലോകം വിജയമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ പറ്റുന്നവരെയാണ് ജയാളികളായിട്ട് ലോകം വിലയിരുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. പക്ഷെ സ്വർഗം മോളിൽ നിന്ന് വിലയിരുത്തുമ്പോൾ ദൈവമക്കളായിട്ടുള്ള ആളുകൾ അങ്ങനെ അതേ നാണയത്തിൽ പെരുമാറാനിടയായിട്ട് തീരുമ്പോൾ അവര് തിന്മയുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടുന്നവരായി സ്വർഗം കണക്കെഴുതുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, എന്തോ ഒരു ഉന്നതമായൊരു ജീവിത ദർശനമാണ് നമ്മുടെ കർത്താവ് ഇവിടെ കൈമാറുന്നതായിട്ട് നാം കാണുന്നത്. അതുകൊണ്ട് പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഉപദേശം ഏറ്റെടുത്ത് ഈ വലിയ ഉൾക്കാഴ്ചയോട് കൂടി വളരെ വ്യത്യസ്തമായ രൂപാന്തരപ്പെട്ടതായ ജീവിത ദർശനത്തോടു കൂടി ഈ പുതിയ വർഷത്തിൽ ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പോയ വർഷങ്ങളിൽ ഒത്തിരി പരാജയങ്ങളും കുറവുകളും തിന്മയുടെ മുമ്പിൽ തോറ്റുപോയ അനുഭവങ്ങളും ഒക്കെ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ എന്നും അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രസംഗങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനിടയായിട്ട് തീരുമ്പോൾ അതിനോട് നമ്മൾ അനുസരണം കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നമുക്ക് വളരെ വ്യത്യസ്തരായി ഈ പുതിയ വർഷത്തിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ ആ ബന്ധത്തിൽ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അടുത്തിരുന്ന് ഈ പ്രസംഗം കേൾക്കാൻ ഇല്ലാതിരുന്ന ഒരു ശിഷ്യനുണ്ട്, ഒരു അപ്പോസ്തലനുണ്ട്. ആരാണ് അദ്ദേഹം? അപ്പോസ്തലനായ പൗലോസ് ഇത് അടുത്തിരുന്ന് കേൾക്കാൻ അവസരം കിട്ടാത്ത ആളാണ്. പക്ഷെ അവസരം കിട്ടിയില്ലെങ്കിലും അദ്ദേഹം അടുത്തിരുന്ന് കേട്ടവരേക്കാൾ ഈ വിഷയത്തിൽ ജയാളിയായിട്ട് ജീവിച്ചയാളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രബോധനം റോമാലേഖനം 12-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം ആ ദൈവദാസനാണല്ലോ നമുക്ക് എഴുതി തരുവാനിടയായിട്ട് തീർന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ 1-2 വാക്യങ്ങളൊന്ന് എടുത്തു പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് അനേക വർഷങ്ങൾക്ക് മുമ്പ് എന്നെ സ്പർശിച്ചതായ വാക്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ബൈബിൾ പരീക്ഷയുടെ വഴിയുള്ള മനപ്പാഠ വാക്യങ്ങളിലുമൊക്കെ 1-2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ വാക്യങ്ങൾ മനപ്പാഠം പഠിക്കാനിടയായിട്ട് തീർന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നും ചേർത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൗലോസ് ഈ കാര്യത്തിൽ എത്ര വിജയകരമായിട്ടാണ് സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ മനുഷ്യൻ എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിച്ചാണ് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിച്ചത്, നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്നതായ ഒരു മനോഹരമായ വാചകമുണ്ട്. ഞാൻ ദിവസേന എന്ത് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിവസേന മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കണ്ടാണ് ആ ദൈവ മനുഷ്യൻ തന്നെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിജയകരമായിട്ട് നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെയാണ് ആ ദൈവദാസൻ കടന്നു പോയത് എന്നുള്ളതായ കാര്യം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരിക്കൽ തന്നെ വളരെ ഉപദ്രവിച്ചു മരിച്ചുപോയെന്ന് വിചാരിച്ച് തന്നെ വലിച്ചിഴച്ച് മാറ്റിയിട്ടതായ കാര്യമൊക്കെ നമുക്ക് പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ ചരിത്രത്തിൽ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം പ്രതികൂലങ്ങൾ ആ ദൈവത്തിൻ്റെ ദാസൻ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു വാക്യമുണ്ട്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് പ്രതികൂലങ്ങൾ ന്യായമായിട്ടും പ്രതീക്ഷിക്കണം. എന്നാൽ ഈ ദൈവദാസൻ്റെ ഉൾക്കാഴ്ച നമുക്ക് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പ്രതികൂലങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും ഒക്കെ മുമ്പിൽ തൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നു. അത് നമ്മൾ വായിച്ചു പോകുന്നതേ ഉള്ളൂ.
കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. വായിക്കാം. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. അപ്പോൾ അവിടെ താൻ അനുഭവിക്കുന്ന ഒത്തിരി വലിയ പ്രതികൂലങ്ങളല്ല അവിടെ പറയുന്നത്. താരതമ്യേന ചെറിയ പ്രതികൂലങ്ങളെ കുറിച്ചാണ് അവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നത്. നമ്മൾ അധികവും ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരാറുള്ളത്. പൗലോസ് കടന്നുപോയ പല പ്രതികൂലങ്ങളും നമ്മളങ്ങനെ സുവിശേഷത്തിൻ്റെ വഴിയിൽ ഇതുവരെ അനുഭവിക്കാനായിട്ടിടയായിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ അതിൽ നമുക്കൊക്കെ വളരെ സാധാരണയായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു വ്യത്യസ്തമാണ് തൻ്റെ ജീവിത ദർശനം എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. അതാണ് നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ശകാരം കേട്ടിട്ട് തിരിച്ച് ശകാരിക്കുന്നില്ല എന്നുള്ളതൊരു വിജയമാണ്. അതൊരു വിജയമാണ്. ഒരു 50% വിജയം അതിനകത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ശകാരം കേൾക്കുന്നു, തിരിച്ച് ശകാരിക്കുന്നില്ല എന്നുള്ളത് വിജയകരമായൊരു കാര്യമാണ്. പക്ഷെ അത് പൂർണ്ണ ജയം അല്ല. പൂർണ്ണ ജയം ഇതാണ് എന്ന് നമ്മളിവിടെ കാണുകയാണ്. ഈ ദേവദാസൻ പറയുകയാണ്, ശകാരം കേട്ടിട്ട് ശകാരിച്ചവരെ അനുഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്കും വിജയകരമായിട്ടൊക്കെ പ്രായോഗികമാക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മെ ശകാരിക്കുന്ന ആളുകളെ തിരിച്ച് ശകാരിക്കാതിരിക്കുന്നതോടൊപ്പം അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ദൈവത്തിന് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അത് വളരെ അനുഗ്രഹീതമായിട്ടുള്ളതായൊരു കാര്യമാണ്. അതാണ് പൗലോസ് ഇവിടെ അവകാശപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാനിന്ന് ഈ വാക്യം കുറിച്ചപ്പോൾ ഒരു ചിന്താവിഷയം എൻ്റെ മനസ്സിൽ ചേർന്ന് വരാനിടയായിട്ട് തീർന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് അത് വായിക്കണമെന്നില്ല. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇതിനോട് ചേർന്ന് ഒരു 5 കാര്യങ്ങൾ അപ്പോസ്തലനായ പത്രോസ് കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൽ കാണുന്ന 5 അനുകരണീയമായ മാതൃകകൾ. അവൻ പാപവും ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. 3-ാമത്തേതാണ് നമ്മുടെ വിഷയം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. 5-ാമത്തേത് ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു. അപ്പം അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റിയ നല്ല 5 കാൽച്ചുവടുകളാണിത്. നാം അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് തുടക്കം മുതൽ ഈ കാൽച്ചുവടുകളെ പിൻപറ്റി എനിക്ക് ജീവിക്കണം എന്നുള്ളതായ നല്ല നിർണയത്തോടും പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ പോകാനായിട്ട് സാധിച്ചാൽ നമുക്ക് ഈ പുതിയ വർഷം വിജയകരമായി ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പുതിയ വർഷത്തിലെ തുടക്കം മുതലൊക്കെ അത് സൂക്ഷിച്ചാൽ എന്ന് മുതലാണ് ഈ പ്രമാണം നമ്മൾ വിജയകരമായിട്ട് അനുവർത്തിച്ച് വന്നത് എന്നുള്ളത് ഓർത്തിരിക്കാനും വളരെ എളുപ്പമുണ്ടായിരിക്കും. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ചില നല്ല നിർണയങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സമയമൊന്നും അങ്ങനെ ഓർമ്മയില്ല. എത്ര വർഷമായെന്നുള്ളത് പോലും കൃത്യമായിട്ട് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ ഈ നല്ല നിർണയങ്ങൾ എടുക്കാനും ഈ പുതിയ വർഷത്തിൻ്റെ തുടക്കം മുതൽ അത് സൂക്ഷിച്ച് ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചാൽ നമുക്ക് വളരെ വിജയകരമായിട്ട് ജീവിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിയും. ഇനി ഞാൻ പറയാൻ എനിക്കൊരു ചെറിയൊരു വിഷമമുണ്ട്. എങ്കിലും ഞാൻ അതിനൊരു മുൻകൂർ ജാമ്യം എടുത്ത് അത് പറയുകയാണ്.
ഇവിടെ കർത്താവിൻ്റെ കാഴ്ചയോട് പത്രോസ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. പക്ഷെ പൗലോസ് എന്താ ഇപ്പോൾ ഇവിടെ പറയുന്നത്? ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഇതുപോലെ എൻ്റെ വളരെ ചിന്തിപ്പിച്ചതായൊരു സത്യമാണിത്. പിന്നെ എനിക്കതിനൊരു ഉത്തരം കിട്ടിയത്, ഞാനങ്ങനെ ചിന്തിക്കുന്നത്, നമ്മുടെ കർത്താവ് മാളികമുറിയിലെ പ്രസംഗത്തിൽ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. അത് ഞാൻ 1-2 ആഴ്ചയായിട്ട് ഇതിൻ്റെ ഒരു വിശദീകരണം അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പോയി കഴിഞ്ഞ ശേഷം പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ചില ഒരു സത്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. വാക്യം അറിയാവുന്നതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്ന വിശദീകരണ പ്രകാരം ഒന്ന് വായിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അപ്പോൾ അവിടെ പറയുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും എന്ന് പറയുന്ന കാര്യം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അടുത്ത വാചകത്തിൽ എന്നാ പറഞ്ഞത്? ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ളതായ കർത്താവിൻ്റെ വലിയ പ്രതീക്ഷ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വാക്യത്തിൽ എത്തിയപ്പോൾ ഓർത്തു, ഇവിടെ ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്ന ഉന്നതമായ നിലവാരത്തിലാണ് അപ്പോസ്തലനായ പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അത് പൗലോസിൻ്റെ മിടുക്കല്ല കേട്ടോ. പിന്നെയോ 2-ാമത്തെ വാചകത്തിൽ അതിൽ നമ്മുടെ കർത്താവിൻ്റെ പങ്ക് നാം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത്? ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട്. പിതാവിൻ്റെ അടുക്കലേക്ക് എന്തിനാ കർത്താവ് പോകുന്നത്? ഇന്നലെ രാത്രി നമ്മൾ പലരും കേട്ട പ്രസംഗത്തിൽ അത് കർത്താവിൻ്റെ ദാസൻ പറയാനിടയായിട്ട് തീർന്നല്ലോ. നമ്മുടെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷനായത്, നമ്മുടെ കർത്താവ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? നമുക്ക് വേണ്ടി പക്ഷവാതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിലയേറിയ ശുശ്രൂഷയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ വിനയത്തോടു കൂടി ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നാം വിജയകരമായി പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് കർത്താവിൻ്റെ പ്രമാണങ്ങളെ സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ മഹത്വം ആർക്കുള്ളതാണ്? നമ്മുടെ കർത്താവിന് ഉള്ളതാണ്. ഒരു വാക്കുകൂടി ഞാൻ ചേർത്ത് പറയുകയാണ്. 1 പത്രോസ് 24-ാമത്തെ വാക്യത്തിൽ ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് 22-ാം വാക്യമാണ് നമ്മൾ ആദ്യം ഉദ്ധരിച്ചത്. 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതൽ വളരെ വ്യത്യസ്തമായ നിലയിൽ രൂപാന്തരപ്പെട്ടവനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ്. ഞാനത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. രണ്ടാമത്തെ കാരണം കർത്താവ് ഈ മാളികമുറിയിലെ പ്രസംഗത്തിൽ വാക്യത്തിൽ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തിരുവചനത്തിലുള്ളതായ എല്ലാ പ്രമാണങ്ങളും പ്രായോഗികമാക്കി ജീവിക്കത്തക്കവണ്ണം നമ്മുടെ കർത്താവ് നമുക്ക് അതാത് സമയത്ത് വേണ്ടുന്ന കൃപ നൽകും, സഹായം നൽകും. സഹായം എപ്പോഴും നൽകുന്നത് നമുക്കറിയാമല്ലോ. എബ്രായർ 4:16. തത്സമയത്ത് സഹായത്തിനുള്ള കൃപ. അവിടെ രണ്ടുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വിനയപ്പെട്ട ഒരു ദൈവപൈതൽ കൃപയ്ക്ക് വേണ്ടി കൃപാസനത്തിങ്കൽ വീണാൽ
വിജയകരമായി ജീവിക്കത്തക്കവണ്ണമുള്ളതായ എല്ലാ സഹായവും നമ്മുടെ കർത്താവ് തൽസമയത്ത് നൽകും. പൗലോസ് വിജയകരമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പൗലോസ് പറയുന്നൊരു വാചകം നമുക്ക് എല്ലാവർക്കും അറിയാം: ഞാനാകുന്നത് കൃപയാലാകുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് തന്നുള്ള ഈ മാതൃകയും ഈ പ്രമാണവും എത്രയോ വിജയകരമായി നിർവഹിക്കുവാൻ സാധിക്കുന്ന സാധ്യതയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇനി നമുക്ക് പഴയ പൗലോസിനെ ഒന്ന് പരിചയപ്പെടാം. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്ന, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്ന, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്ന ഈ പൗലോസ് തൻ്റെ പൂർവ്വകാലം പറയുന്നുണ്ട്. ഇത് നമുക്ക് അറിയാവുന്ന വാക്യാണ് കേട്ടോ, അതുകൊണ്ടൊക്കെ പറഞ്ഞു പോയാലും മതിയില്ലേ. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം സാക്ഷ്യം പറയുകയാണ്: മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലുള്ള 3 കാര്യങ്ങളുടെ നേരെ മറുവശം ഇവിടെ തൻ്റെ പൂർവ്വകാലത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുകയാണ്. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും, അദ്ദേഹത്തിന് ഇങ്ങനെ ദൂഷണമൊന്നും പറയാനൊന്നും അറിയാൻ പാടില്ലാത്ത ആളാണ് എന്ന് പറയും. ചിലർ വളരെ പരമാർത്ഥികളായിട്ടൊക്കെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊന്നും അറിയാവുന്ന ആളല്ല എന്ന് ചിലപ്പോൾ പറയും. അങ്ങനെ ഒരു സാക്ഷ്യം നല്ലതാണ് കേട്ടോ. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നത്, പൗലോസ് ഇതൊക്കെ നല്ലതായിട്ട് അറിയാവുന്ന ആളാണ്. കാരണം മുമ്പേ താൻ ദൂഷകനായിരുന്നു, പിന്നെ ഉപദ്രവിയായിരുന്നു. അടുത്ത വാക്ക് കുറച്ചുകൂടെ കടുപ്പമേറിയ വാക്കാണ്, നിഷ്ഠൂരനായിരുന്നു. 1 തിമോഥെയോസ് 1:15 പരിശോധന പറയുന്ന വാക്യമല്ലേ, ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. അപ്പോൾ എത്രത്തോളം മോശമായ ഭൂതകാലമായിരുന്നു എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പൗലോസാണ് രൂപാന്തരപ്പെട്ട് ഇത്രയും വ്യത്യസ്തമായ സാക്ഷ്യം പിൽക്കാലത്ത് കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. കർത്താവ് ഒരാളോട് ഇടപെട്ടാൽ, കർത്താവ് ഒരാളെ രൂപാന്തരപ്പെടുത്തിയാൽ എന്തു വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ഭൂതലത്തിലേക്ക് ഏറ്റവും സൗമ്യനായ ആളാരാണ്? മോശ. പക്ഷേ പുറപ്പാട് പുസ്തകം തുടക്കാധ്യായത്തിൽ വായിക്കുമ്പോൾ ഇദ്ദേഹം എന്തോ ഒരു ക്ഷിപ്രകോപിയായിട്ടുള്ള മനുഷ്യനാണ്. നമ്മൾ ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളതായ ആളാണ്. കാരണം ഒരു വിഷയത്തിൽ ഇടപെട്ടു വകവയ്ക്കാത്തവരെ അടിച്ചു കൊന്ന് ബടലിൽ പൂത്തിയ ആളാണ്. അപ്പോൾ എത്ര കോപിഷ്ഠനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പാഠശാലയിൽ 4 പതിറ്റാണ്ടുകൾ മോശ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഭൂതലത്തിലേക്ക് ഏറ്റവും സൗമ്യനായ മനുഷ്യനായി അദ്ദേഹം രൂപാന്തരപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ പാഠശാലയിൽ നമ്മുടെ എല്ലാ പരുക്കൻ പ്രകൃതങ്ങളും മാറും. നമ്മുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളെല്ലാം മാറി ഏറ്റവും മനോഹരമായ സൽസ്വഭാവികളായിട്ട് ജീവിക്കത്തക്കവണ്ണമുള്ള വലിയ സാധ്യതയിലേക്ക് നാം കൊണ്ടുവരപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഇവിടെ നമ്മൾ പരിശോധനക്ക് പറയാനുള്ള ഒരു വാക്യം കൂടി ഞാൻ ചേർത്ത് പറയാം: ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നാളുകളിൽ നമ്മുടെ ഗുരുനാഥനെ പഠിക്കുവാൻ, നമ്മുടെ ഗുരുനാഥൻ്റെ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുവാൻ, ഈ ഭൂമിയിൽ രൂപാന്തരപ്പെട്ടവരായിട്ട് ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ മനുഷ്യനോട് ദൈവം കരുണ കാണിച്ച് അവനെ സുവിശേഷത്താൽ സന്ധിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു എന്നുള്ളതായ കാര്യം നാം ഇവിടെ കാണുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എഴുതുന്നൊരു വാക്യം നമുക്ക് അറിയാവുന്ന വാക്യം ഇവിടെ നിന്ന് ഓർത്തു പോകാം. 2 Corinthians 5:17 വാക്യം: ഒരുത്തൻ ക്രിസ്തുവിലായാൽ
അവൻ പുതിയ സൃഷ്ടി ആകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാനിന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് നമ്മോട് ആളുകൾ മോശമായി പെരുമാറുമ്പോഴും അതിനെല്ലാം മറികടക്കുന്ന നിലയിൽ നമുക്ക് പുതിയ സൃഷ്ടികളായിട്ട് തിരിച്ചു പെരുമാറാനുള്ള ഉന്നതമായ ദൈവകൃപയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നാം പുതിയ സൃഷ്ടികളാണെന്നുള്ളത് നമ്മെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമാറ് ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ പാടാറുള്ള യേശുവിൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്താൽ സാധിക്കുന്ന ഈ വലിയ മാറ്റം നമുക്ക് സാക്ഷ്യപ്പെടുത്തി ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഈ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ വലിയ രൂപാന്തരത്തിലേക്ക് പൗലോസിനെ കൊണ്ടുവന്നതിന് 2 കാരണങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ ഒന്ന് പറയണം എന്ന് വിചാരിക്കുകയാണ്. ഈ കാരണങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇത് നമുക്ക് വളരെ എളുപ്പം സാധിക്കാവുന്നതായൊരു കാര്യമാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു ബാലികേറ മല എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ളൊരു വിഷയമായിട്ട് ഇത് ഇരിക്കുന്നില്ല. കാരണം പറയുമ്പോൾ ഇതാണോ, ഇത് ഞങ്ങൾക്ക് എത്രയോ നന്നായിട്ട് അറിയാവുന്നതായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാനുള്ളതായ സാധ്യതയുണ്ട്. ഈ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിൽ ഉണ്ടായ ഒരനുഭവം ഈ രൂപാന്തരത്തിൻ്റെ അടിത്തറയായിരുന്നു. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ഉൾക്കൊണ്ടു ഞാൻ വിചാരിക്കുന്നു. ഈ വലിയ രൂപാന്തരത്തിൻ്റെ അടിത്തറയിട്ടത് ദമസ്കോസിൻ്റെ വാതിൽക്കൽ വെച്ചാണ്. പൗലോസിൻ്റെ മാനസാന്തരം പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ പല അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. നമ്മൾ നേരത്തെ അത് ചിന്തിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. കർത്താവ് പൗലോസിനെ സന്ധിക്കുകയാണ്. അപ്പോൾ വളരെ കുറച്ച് വാക്കുകളെ പൗലോസ് തിരിച്ചു പറഞ്ഞോളൂ. ആ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പറയാമോ? നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞാൽ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്നുള്ളതായ ആ വാക്കിന് മുമ്പിൽ യേശു കർത്താവിനെ പൗലോസ് തൻ്റെ കർത്താവായിട്ട് സ്വീകരിച്ചു. ഇത് പൗലോസ് പിൽക്കാലത്ത് എഴുതിയ വാക്യത്തിൽ എത്ര വ്യക്തമായിട്ടുണ്ട്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ആ വാക്യമല്ലേ മിക്കവാറും നമ്മൾ ഉദ്ധരിക്കുവാനിടയായിട്ട് തീരുന്നത്. റോമർ 10:9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന കാര്യം ഞാനൊന്ന് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് പൗലോസ് അന്ന് വിധേയപ്പെട്ടു. രക്ഷിക്കപ്പെട്ടപ്പോൾ ആരും വിധേയപ്പെട്ടു? നമ്മളെല്ലാവരും യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞാണ് ഈ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ആ രൂപാന്തരത്തിൻ്റെ എല്ലാം തുടക്കം ഈ സ്വീകരണത്തിലായിരുന്നു. ദൈവമക്കളായ നാം ഓർത്തിരിക്കണം, നാം ഈ രൂപാന്തരത്തിനെല്ലാം സാധ്യതയുള്ള ആളുകളാണ്. പക്ഷെ ഈ രൂപാന്തരം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ 1 പത്രോസ് 3:14 വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ നൽകുന്നൊരു പ്രബോധനം അനുസരിക്കുന്നവരിൽ ഇത് വർക്കൗട്ട് ചെയ്യുകയുള്ളൂ. ആ പ്രബോധനം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യേശുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കണം. അതൊരിക്കൽ ചെയ്യേണ്ട കാര്യമല്ല, തുടർമാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഈ തുടർമാനമായി ചെയ്യേണ്ട കാര്യം ഏറ്റവും കൃത്യമായി ചെയ്യാം. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാം. ദിവസത്തിൽ പലവട്ടവും ഈ കാര്യം ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അന്ന് കർത്താവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊണ്ട് ദൈവമക്കളായി തീർന്നു, രക്ഷിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് ലഭിച്ചതായ ആ ആദ്യ അനുഭവത്തെ ഓർക്കാനും ആ ആദ്യ അനുഭവം വിജയകരമായിട്ട് പ്രായോഗികമായിട്ട് തീരുമാറ്
നമുക്ക് നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിച്ച് ഓരോ ദിവസവും ജീവിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കട്ടെ. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് ഞാൻ വിജയകരമായിട്ട് ജീവിച്ചാൽ എൻ്റെ ജീവിതം ഓരോ ദിവസവും പിന്നിടും തോറും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, പൗലോസ് കുറെ കഴിയുമ്പോൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ആ സഭയെ പ്രബോധിപ്പിക്കുന്ന വാചകം നമുക്കറിയാം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. ഇത് പ്രാഗൽഭ്യത്തോടു കൂടി പൗലോസിന് ആ സഭയോട് പറയാൻ കഴിഞ്ഞതിൻ്റെ കാരണം, ഈ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് പൗലോസ് വിജയകരമായി ജീവിച്ച് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ പുതിയ വർഷത്തിൽ അങ്ങനെ ജീവിക്കാനായിട്ട് ഉത്സാഹിക്കാം. നമ്മുടെ പൂർവ്വകാലത്തിൽ നമുക്ക് ലഭിച്ച ഈ അനുഭവത്തെ നമുക്ക് ഓർക്കാം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്യം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. 2 പത്രോസ് 1:9 മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നതാണ് അവിടെ പറയുന്നത്. മറക്കുന്നത് അപകടമാണ്. അപ്പോൾ നമുക്കത് ഓരോ ദിവസവും ഓർത്ത് ആ രൂപാന്തരം നമ്മിൽ വരുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞിട്ട് അതോടെ പറയാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മിൽ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ വന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രക്ഷദാനമാണ്, അല്ലേ? രക്ഷദാനമാണ്. പക്ഷെ ആദ്യദാനം രക്ഷയല്ലല്ലോ. ആത്മാവെന്ന് ആദ്യദാനം. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചാണ് ആ വ്യക്തിയെ പാപബോധത്തിലേക്ക് നയിക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിൽ വസിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഇനി പറയേണ്ട റെഫറൻസ് ഒക്കെ നിങ്ങൾക്കറിയാം, എങ്കിലും ഒന്ന് കുറിച്ചിടുമ്പോൾ തെറ്റാതെ കുറിച്ചിടാൻ വേണ്ടി 2 റെഫറൻസ് കുറിച്ചിട്ടാൽ മതി. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവും 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യവുമൊക്കെ ഈ വലിയ സത്യത്തെ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അത് പിന്നെയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അത് ഉറപ്പിക്കാൻ ഇങ്ങനെ പറയാം, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ദൈവമക്കളിൽ ആത്മാവുള്ള കുറച്ച് ആളുകളും ആത്മാവില്ലാത്ത കുറച്ച് ആളുകളെന്ന് 2 വകുപ്പില്ല. അങ്ങനെ ഒരു വിഭജനമില്ല. അങ്ങനെ 2 വകുപ്പുണ്ടെന്നൊക്കെ പഠിപ്പിക്കുകയും ആത്മാവിന് വേണ്ടി കാത്തിരിക്കുകയും അനാവശ്യ ബഹളങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതായ രീതികൾ നമ്മൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ എല്ലാം നടുവിൽ ഈ ഉപദേശത്തിൻ്റെ എല്ലാ പദ്ധതിയും കൃത്യമായി സൂക്ഷിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, അവിടെ നമുക്കൊരു തോൽവി ഉണ്ടോ എന്ന് ഈ പുതിയ വർഷത്തിൽ പരിശോധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. നമ്മുടെ ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. എഫേസ്യർ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലൊരു കൽപ്പനയുണ്ട്. അത് വായിക്കണ്ടല്ലോ. ആത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ആത്മനിറവിൽ ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമുക്ക് പരിശുദ്ധാത്മ നിറവിൽ
ഓരോ ദിവസവും ജീവിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കാം. ഓരോ ദിവസവും ആത്മനിറവിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ആത്മനിറവിൽ ജീവിച്ചാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അവരിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടും. നമുക്ക് ആ വാക്യം വായിക്കാം. നമുക്ക് പറയാൻ അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ഗലാത്യർ 5:22 വായിച്ചോളൂ. ഗലാത്യർ 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പോൾ അവിടെ ആത്മാവിന്റെ നിറവിൽ ഞാനും നിങ്ങളും ജീവിച്ചാൽ ഈ ഫലം നമ്മിൽ നിന്ന് സമൃദ്ധിയായി പുറപ്പെടും. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ സത്യം അനേകവട്ടം ആവർത്തിച്ച് പറയാനിടയായിട്ട് തീരുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ ക്രമപ്പെടാനുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. ചില ആളുകളൊക്കെ പറയും നമുക്ക് ആത്മാവില്ല എന്നാണ്. രാമമംഗലത്തിനടുത്ത് സ്രാപ്പിള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് നാൾ പോയി ഭവന സന്ദർശനം നടത്തുകയും പരസ്യവും നടത്തുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു നല്ല സഹോദരനെ പരിചയപ്പെട്ടു. ഞങ്ങളെ കണ്ട 1-ാം നാൾ മുതൽ അദ്ദേഹം എപ്പോൾ ചെന്നാലും ചായയും പലഹാരവും തരും. അദ്ദേഹത്തിന് കടയുണ്ട്, അങ്ങനെ തരും. അതൊരു അസാധാരണ കാര്യമായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പരമാർത്ഥി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാസ്റ്റർ ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കാനൊരു ജിജ്ഞാസയുണ്ടല്ലോ. നിങ്ങൾ വചനം നന്നായി പഠിപ്പിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അധികം പരമാർത്ഥി ആയതുകൊണ്ട് അടുത്ത കാര്യം ഇവിടെ പറഞ്ഞു. വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആത്മാവില്ല എന്നാണ് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞത്. എനിക്ക് വളരെ സങ്കടം തോന്നി. അദ്ദേഹത്തിന് അതിൻ്റെ ഉപദേശം ആവോളം വിശദീകരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അന്നത്തെ ഭവന സന്ദർശനം അവിടെ നടത്തി. പക്ഷെ ഇപ്പം എനിക്കത് കേൾക്കുമ്പോൾ അത്ര സങ്കടമില്ല. കാരണം ഞാൻ ഗിരിപ്രഭാഷണം ഉൾക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മത്തായി 5:15 നിന്ന് എന്താ കണ്ടത്? നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാത്തിനെയും കളവായി പറയുകയും ചെയ്യുമ്പോൾ സന്തോഷിച്ചുല്ലസിപ്പിൻ. അവരുടെ അറിവില്ലായ്മ എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതായ സമാധാനത്തിലേക്ക് എത്താനിടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ആത്മാവിൻ്റെ പേരിൽ ഒത്തിരി ബഹളങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് സാധുക്കളായ ആളുകളെ വളരെ തെറ്റായിട്ട് നമ്മെക്കുറിച്ച് ആളുകൾ പറയുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ആ സത്യം ഓർപ്പിക്കുന്നതിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ആത്മാവ് നിറഞ്ഞവരായി ജീവിക്കാം. നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടട്ടെ. ഈ പുതിയ വർഷത്തിൽ ഈ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തയും സൗമ്യതയും ഇന്ദ്രിയജയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടാനിടയായിട്ട് തീർന്നാൽ നമ്മുടെ ജീവിതം എന്ത് മനോഹരമായിരിക്കും, എന്ത് മനോഹരമായ ജീവിതമായിരിക്കും. ഈ ഫലം നമ്മളൊരു വീട്ടിൽ പുറപ്പെടുവിച്ച് സാക്ഷ്യം വഹിച്ചാൽ ആ വീടിൻ്റെ അകം എത്ര മനോഹരമായ ഒരു സ്ഥാനമായിട്ടിരിക്കും. നമ്മുടെ സഭയ്ക്കകത്ത് ഈ ആത്മാവിൻ്റെ ഫലമാണ് എല്ലാ സഭാംഗങ്ങളും പുറപ്പെടുവിക്കുന്നത് എന്ന് വരികിൽ നമ്മുടെ സഭാന്തരീക്ഷം എത്ര മനോഹരമായിരിക്കും, എത്ര ആസ്വാദ്യമായിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയെടുത്തൊരു ഒരു സത്യം ചേർത്ത് പറഞ്ഞ് നിർത്താം. ഉപ്പ് പ്രധാനമായിട്ടും ചെയ്യുന്ന ജോലി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഉപ്പ് എന്ത് ചെയ്യും? രുചി വരുത്തും. അവിടെ നമ്മൾ വേറൊരു വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തായിരുന്നല്ലോ. കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായ വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. ഞാൻ എൻ്റെ പോലെ അതിനെ ധ്യാനിച്ചപ്പോൾ ഓർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെട്ടാൽ നാം മറ്റുള്ളവർക്ക് എത്രയോ ആസ്വാദ്യമായ സാക്ഷ്യം കൊടുക്കും.
സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും. നമ്മളെല്ലാവരും ദീർഘക്ഷമ ധരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ വഴക്കുണ്ടാവും. എങ്ങനെ വഴക്കുണ്ടാവണേ? വഴക്കുണ്ടാവില്ല. കാരണം ദീർഘക്ഷമ ധരിച്ചാണ് ഒരു വീട്ടിലെ ആളുകൾ ജീവിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ വഴക്കിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ടാകും. പക്ഷേ വഴക്കങ്ങനെ കൊഴുക്കുകയില്ല. കാരണം ആ ദീർഘക്ഷമ ധരിച്ച് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് എത്രയോ മനോഹരമായ സാക്ഷ്യത്തിന് മുഖാന്തരമായിട്ട് തീരും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഈ ബൈബിൾ ക്ലാസ് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ പുതിയ വർഷത്തിൽ ആത്മാവ് നിറഞ്ഞവരായി മറ്റുള്ളവർക്ക് ഏറ്റവും ആസ്വാദ്യമായി സംസാരിക്കുവാൻ, ആസ്വാദ്യമായി പെരുമാറുവാൻ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് രുചിപ്രദമായിരിക്കുന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തി ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഉപ്പിൻ്റെ 1-2 പ്രത്യേകതകൾ കൂടി ഒന്ന് ഒത്തിരി വിശദമായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നില്ല. 1-2 പ്രത്യേകതകൾ കൂടി ഒന്ന് ചേർത്ത് പറയണം എന്ന ആഗ്രഹമുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നാം ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നാം ആരാണെന്ന് മറന്നുപോയി ജീവിക്കാനിടയായി തീരാതെ ആ നല്ല ഓർമ്മയോടെ വിജയകരമായി ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.